ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ തഴുകണമേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 57 സങ്കീർത്തനം അതിൻ്റെ 4 മുതലുള്ള 11 ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ പ്രാണസിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവും മൂർച്ചയുമുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. ദാവീദ് രാജാവിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രാണസിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നെന്നാണ് പറഞ്ഞത്. ശത്രുക്കളുടെ ബലം അത്ര വലുതാ, പക്ഷേ അതിലും വലുതാ ദാവീദ് രാജാവിന് ദൈവത്തോടുള്ള വിശ്വാസം. ആമേൻ. ഇവിടെ പറയുന്നുണ്ട്, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു, പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ എന്ന് അപ്പോൾ തന്നെ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ ആ സമയത്ത് ദാവീദ് രാജാവ് എങ്ങനെയാണ്, ഏതവസ്ഥയിലാണ്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതവസ്ഥയിലാണെങ്കിലും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തേണ്ടതിന് നമുക്കെല്ലാവർക്കും കൂട്ടായി ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപകരണമായി തീരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലായിരിക്കുമ്പോൾ ഇത് തകർന്നു പോകാനുള്ള അനുഭവമല്ല ദൈവമക്കളെ. ആ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് സാക്ഷ്യം പറയണ്ടേ? ഹല്ലേലൂയ, സ്തോത്രം. ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ സർവ്വഭൂമിയിലും നമുക്ക് പറയണ്ടേ? സർവ്വഭൂമിയിലും ദൈവത്തിൻ്റെ മഹത്വം പരക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഒരു ഉപകരണമായി തീരുവാൻ നമ്മളെ ദൈവം ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നനായ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് കർത്താവെ സകല മഹത്വവും പുകഴ്ചയും നേർന്നുകൊണ്ട് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ നാമം സർവ്വഭൂമിയിലും പരക്കട്ടെ എന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ യേശുവേ, സ്തോത്രം കർത്താവെ. പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രശ്നങ്ങൾ, ഈ പ്രതികൂല സാഹചര്യങ്ങൾ, ഈ മഹാവ്യാധി, ഈ സങ്കടങ്ങൾ, ഈ വേദന, ഈ ഒറ്റപ്പെടൽ, ഇതെല്ലാം സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു ഉപകരണമാക്കി ദൈവം മെനയുകയായിരുന്നുവെന്ന് ആത്മസന്തോഷത്തോടെ ദൈവത്തെ പാടി സ്തുതിക്കേണ്ടതിന് കർത്താവെ, നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ, സ്തോത്രം.